നമസ്കാരം. മിഡിൽ ഈസ്റ്റിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകളെന്ന് നോക്കാം. ഓസ്ട്രേലിയ, കാനഡ, ന്യൂസിലൻഡ്, അതുപോലെ തന്നെ നോർവേ തുടങ്ങിയ രാജ്യങ്ങൾ ഇപ്പോൾ 2 ഇസ്രയേലി മന്ത്രിമാർക്ക് ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അതായത് ഇവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുകയും ഇവർക്കിനി അങ്ങോട്ടേക്ക്, അതായത് ഇത്തരം യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് യാത്രാവിലക്കും വരുന്നുണ്ട്. ഇസ്രയേലിൻ്റെ തന്നെ ബെൻ ഗ്യൂറിയനും അതുപോലെ തന്നെ സ്മോട്രിച്ച് തുടങ്ങിയ 2 പേർക്കാണ് ഇപ്പോൾ ഇങ്ങനൊരു ഉപരോധം നേരിടേണ്ടി വരുന്നത്. ഈ 2 പേരും ചില്ലറക്കാരല്ല. ഇവർ 2 പേരും വളരെയധികം തീവ്ര നിലപാടുകളുള്ള 2 പേരാണ്. വളരെയധികം പ്രകോപനപരമായിട്ടുള്ള വളരെയധികം പ്രസ്താവനകൾ ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. എന്നാൽ നമ്മൾ ആലോചിക്കേണ്ട കാര്യം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, യൂറോപ്യൻ രാജ്യങ്ങൾ ഇത്തരം ഉപരോധങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ കൊണ്ടുവരുമ്പോൾ പോലും അറബ് രാജ്യങ്ങൾ ഈ 2 പേർക്കെതിരെ ഇതുവരെ യാതൊരുവിധ ആക്ഷനും എടുത്തിട്ടില്ല എന്ന രീതിയിലാണ് വാർത്തകൾ വരുന്നത്. അതായത് നിരന്തരം ഗസയിൽ ക്രൂരതകൾ കാണിക്കുകയും ഇത്തരം പ്രസ്താവനകൾ ഇറക്കുകയും ചെയ്ത 2 പേർക്കെതിരെയും ഉപരോധമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇതുവരെ ഇല്ല. എന്നാൽ ഇപ്പോഴും അമേരിക്കയുമായിട്ട് വൻ വ്യാപാര ബന്ധങ്ങൾ, അതുപോലെ തന്നെ ബാങ്കിങ് സെക്ടർ ആയിക്കോട്ടെ, അതുപോലെ തന്നെ സാങ്കേതിക മേഖല ആയിക്കോട്ടെ, ഇവിടെയെല്ലാം തന്നെ സഹകരിച്ചു പോകുന്ന പല അറബ് രാജ്യങ്ങളെയും ഈ ഒരു അവസരത്തിൽ ഓർത്തു പോവുകയാണ്. ഇതുമായിട്ട് ബന്ധപ്പെടുത്തി തന്നെ മറ്റൊരു വാർത്തയും വരുന്നുണ്ട്. അത് വളരെയധികം ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു വാർത്തയാണ്. കാര്യം ആദ്യത്തെ ആ ഒരു വാർത്ത വായിച്ചപ്പോഴത്തേക്ക്, അതായത് ഇൻ്റർനാഷണൽ മീഡിയയിൽ ഉൾപ്പെടെ ഇത്തരം വാർത്തകൾ വന്നപ്പോൾ എനിക്ക് പേഴ്സണലി അത്ര കണ്ട് വിശ്വാസം തോന്നിയില്ല. പിന്നീട് മറ്റു മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്തപ്പോൾ മാത്രമാണ് എനിക്ക് അത്ര കണ്ടൊരു ഇത് സത്യമായിട്ടുള്ളൊരു വാർത്തയാണ് എന്ന് തന്നെ എനിക്ക് തോന്നിയത്. അതായത് പല യൂറോപ്യൻ രാജ്യങ്ങളും ഇസ്രയേലുമായിട്ട് അകലം പാലിക്കുമ്പോഴാണ് ഒരു അറബ് രാജ്യം ഇപ്പോൾ ഇസ്രയേലുമായിട്ടൊരു ഡീലിൽ ഏർപ്പെട്ടിരിക്കുന്നത്. ഡയറക്റ്റ് ഇസ്രയേലുമായിട്ടല്ല എങ്കിൽ കൂടിയും ഇസ്രയേലിൻ്റെ കമ്പനികളുമായിട്ടാണ് ഈ ഒരു ഡീലിൽ ഏർപ്പെട്ടിരിക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള സ്ക്രീൻഷോട്ടെല്ലാമാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് ഖത്തറാണ് ഇപ്പോൾ ഇസ്രയേലി കമ്പനികളുമായിട്ട് $multi ഡിഫൻസ് ഡീൽ സൈൻ ചെയ്തിരിക്കുന്നത്. ഞെട്ടിക്കുന്ന വാർത്ത തന്നെയാണ്. കാരണം നമ്മളാരും പ്രതീക്ഷിക്കാത്തൊരു വാർത്തയാണ് ഇപ്പോൾ ഇൻ്റർനാഷണൽ മാധ്യമങ്ങളിലെല്ലാം തന്നെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതുള്ളതാണോ, ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്കിതുവരെ ലഭ്യമായിട്ടില്ല എങ്കിൽ കൂടിയും, ഇതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ലഭ്യമായിട്ടില്ല എങ്കിൽ കൂടിയും തീർച്ചയായിട്ടും ഷോക്കിംഗ് ആയിട്ടുള്ളൊരു വാർത്ത തന്നെയാണിത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഡീൽ അപ്രൂവ് ചെയ്തിരിക്കുന്ന ആരാണെന്ന് നോക്കണം. അത് ഇസ്രയേലി പ്രൈം മിനിസ്റ്ററായിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹു ആണ് ഈ ഒരു ഡീല് അപ്രൂവ് ചെയ്തിരിക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളൊരു സ്ക്രീൻഷോട്ടും ഞാനിവിടെ കൊടുത്തേക്കാം. ഈ ഞെട്ടിക്കുന്നു എന്ന് പറയാൻ നേരത്ത്, അതായത് ഈ ഖത്തറും ഇസ്രയേലുമായിട്ട് അത്ര കണ്ട് ഈ കഴിഞ്ഞ വർഷങ്ങളിലൊന്നും അത്ര കണ്ട് വലിയ സഹകരണമോ കാര്യങ്ങളോ ഒന്നും, അതായത് ബന്ധം തന്നെ ഇല്ലായിരുന്നു. അതായത് ഈ വാർത്ത, അതായത് ഇൻ്റർനാഷണൽ മീഡിയ കൊടുക്കുന്ന ഈ വാർത്ത സത്യമാണ് എന്നുണ്ടെങ്കിൽ വളരെയധികം സങ്കടകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അവർ തീർച്ചയായിട്ടും തങ്ങളുടെ പണ്ടത്തെ നിലപാടിലേക്ക് തിരിച്ചു പോകുമെന്ന് ആഗ്രഹിക്കാം നമുക്ക്. മറ്റൊരു വാർത്ത വരുന്നത് നെതന്യാഹുവിൻ്റെ മകൻ്റെ കല്യാണം സംബന്ധിച്ചൊരു കാര്യമാണ്. അതായത് നമുക്കറിയാം, ഒരു വർഷത്തിന് മുമ്പൊക്കെ ഈ ഒരു കല്യാണം തീരുമാനിച്ചിരുന്നതായിരുന്നു. പക്ഷേ അന്നാണ് ഈ നെതന്യാഹുവിൻ്റെ വീടിന് നേരെ ആക്രമണവും കാര്യമൊക്കെ ഉണ്ടായത്. അന്ന് പേടിച്ച് ഈ ഒരു കല്യാണം മാറ്റി, കാരണം സുരക്ഷാ വീഴ്ചകൾ കാരണം കല്യാണം മാറ്റിവെക്കുകയും പിന്നീട് ഒരു ദിവസത്തേക്ക് ഇപ്പോൾ അത് പോസ്റ്റ്പോൺ ചെയ്യുകയായിരുന്നു ചെയ്തിരുന്നത്. അതായത് ഇദ്ദേഹത്തിൻ്റെ പേര് അവ്നീർ നെതന്യാഹു എന്നാണ്. ഏറ്റവും ഇളയ മകനാണ് ഇദ്ദേഹത്തിൻ്റെ. അതായത് നെതന്യാഹുവിൻ്റെ ഏറ്റവും ഇളയ മകനാണ്. സെൻട്രൽ ഇസ്രയേലിലുള്ള ഈ ഒരു വിവാഹ വേദിക്ക് 1.5 കിലോമീറ്ററോളം തന്നെ ഇപ്പോൾ എല്ലാം സീൽ ചെയ്ത് വെച്ചിരിക്കുകയാണ്. കാരണം സുരക്ഷാ കാരണങ്ങൾ തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഏത് ഭാഗത്തു നിന്ന് എപ്പോൾ അറ്റാക്ക് വരും എന്നതിനെക്കുറിച്ചൊന്നും പറയാൻ സാധിക്കുകയില്ല. 4 വശത്തും ഇവരുടെ ഇസ്രായേലിനെ സംബന്ധിച്ച് എനിമീസ് ഉണ്ട്. സോ ഏത് വശത്ത് നിന്ന് വേണമെങ്കിലും അറ്റാക്ക് പ്രതീക്ഷിക്കും. അതിനിടെ മറ്റൊരു വാർത്ത വരുന്നത്, അമേരിക്കൻ പിന്തുണയുള്ള, അതായത് US പിന്തുണയുള്ള ഒരു ഭക്ഷ്യ വിതരണ കേന്ദ്രത്തിലേക്ക് പ്രവേശിക്കാൻ നിന്നിരുന്ന ആളുകളിലേക്ക് ഇസ്രയേലി സേന നിറയൊഴിച്ചു എന്ന രീതിയിൽ ഒരു വാർത്ത വരുന്നുണ്ട്. ഏകദേശം 31 പേർ കൊല്ലപ്പെട്ടു എന്ന രീതിയിലാണ് വാർത്ത വരുന്നത്. അത് സംബന്ധിച്ച് സ്ക്രീൻഷോട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. 200 പേർക്കോളം പരിക്ക് പറ്റിയതായിട്ടും പറയപ്പെടുന്നു. എന്നാൽ ഇത്തരമൊരു വാർത്തയോട് ഇസ്രയേൽ ഇതുവരെ പ്രതികരിച്ച് കണ്ടിട്ടില്ല. ഗസ മുനമ്പിനെ സംബന്ധിച്ച് അവിടെ വളരെയധികം നിയന്ത്രണങ്ങളും കാര്യങ്ങളും എല്ലാമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അതിനാൽ തന്നെ അവിടെ എന്താണ് സംഭവിച്ചത്, എത്ര കണ്ട് അതിന് തീവ്രതയുണ്ട്, അതായത് ഈ ഒരു സംഭവത്തിന് എത്ര കണ്ട് തീവ്രതയുണ്ട് എന്നതിനെക്കുറിച്ചൊന്നും നമുക്കിതുവരെ അറിയാൻ സാധിച്ചിട്ടില്ല. ഇനി വരും ദിവസങ്ങളിൽ മാത്രമേ അതിനെക്കുറിച്ച് കൂടുതൽ വ്യക്തമായിട്ടൊരു പിക്ചർ നമുക്ക് കിട്ടുകയുള്ളൂ.